എനിക്ക് ചെറിയ രീതിയിലൊരു നമ്മുടെ ദൃശ്യത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സ്പിൻ ഓഫ് ആയിട്ട് തോന്നി. കാരണം എൻ്റെ അവിടെ വൈഫും പറഞ്ഞു ചെറിയ ദൃശ്യത്തിൻ്റെ സ്പിൻ ഓഫ് അല്ലായിരുന്നു. കാരണം ഫസ്റ്റ് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോയിട്ട് പെട്ടെന്നാണ് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടാണ് മാറ്റങ്ങൾ മൊത്തം വരുന്നത്. കഥ ഒരു പരിധി വരെ എനിക്ക് ഊഹിക്കാൻ സാധിച്ചു. കാരണം ഞാൻ ഇന്നലെ തുടരും സിനിമ പോയി കണ്ടു. തുടരും സിനിമയുടെ എൻ്റെ കുറച്ച് വീക്ഷണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തുടരും സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും എനിക്ക് പഴയ നൊസ്റ്റാൾജിയ വന്നു. കാരണം ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് തുടരും സിനിമ ഉണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയ്ക്ക് ഈ ടൈമിന് ഇത്രയ്ക്ക് ആൾ ഞാൻ കണ്ടിട്ടില്ല അടുത്തും. പണ്ടൊരു മീശ മാധവനൊക്കെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിലീപിൻ്റെ ഒരു പടം അല്ലെങ്കിൽ നമ്മുടെ നരസിംഹമൊക്കെ കാണാൻ പോകുന്ന ടൈമിനുള്ളൊരു തിരക്കുണ്ടല്ലോ, ആ ഒരു തിരക്ക് തന്നെയാണ് എനിക്ക് തുടരുന്ന സിനിമയിൽ കാണാൻ പറ്റിയത്. കാരണം അതുപോലെ ആളായിരുന്നു. ഇന്നലെ 6:25 ഷോയ്ക്ക് ഞങ്ങൾ അവിടെ പങ്കജ് തിയേറ്ററിലാണ് കണ്ടത്. ആലപ്പുഴ പങ്കജ് തിയേറ്ററിലോട്ട് കാർ അടുപ്പിക്കാനായിട്ട് പെട്ട പാട് എൻ്റെ അറിയാം. കാരണം മണിക്കൂറോളം കിടന്ന് ഒരു സൈഡിൽ കൂടെ തന്നെ 3-4 കാറുകളാണ് ഒരേ സമയം കയറാൻ നോക്കിയത്. അത്രയ്ക്ക് ആളായിരുന്നു. കാരണം ഒരു രക്ഷയില്ലാത്ത ആള് എന്ന് വെച്ചാൽ ഒരു സീറ്റ് പോലും കിട്ടാനില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുറേ നാൾ കൂട്ടി എമ്പുരാൻ കഴിഞ്ഞിട്ട് ഒരു സിനിമ മലയാള സിനിമ ബുക്ക് ചെയ്ത് പോയി കാണുന്നത്. അല്ലെങ്കിൽ എന്തായാലും ടിക്കറ്റ് എന്തായാലും കാണും, ഒരു സംശയമില്ല. അത് ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ സുഖമായിട്ട് ടിക്കറ്റ്, അതായത് ഒരു 10-15 സീറ്റ് ഫിൽഡ് ആയിരിക്കും. ബാക്കിയുള്ള സീറ്റുകളൊക്കെ മുക്കാലും ഫ്രീ ആയിരിക്കുന്നതാണ് ഞാൻ കണ്ടുള്ള മലയാള സിനിമയുടെ. പക്ഷെ അതൊക്കെ മാറ്റി തുടരും നല്ലൊരു മികച്ച അഭിപ്രായത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെൻ്റെ ഒരു വേർഷൻ ഓഫ് തിങ്കിങ് അല്ലെ തോട്ടാണ്. എന്താണ് തുടരും സിനിമ എന്നുള്ളത്. തുടരും സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തരുൺ മൂർത്തിയുടെ മുൻപുള്ള 2 സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. സോ ഒബ്വിയസ്ലി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റോറി ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ ഒരു ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഒരു കുടുംബം ആണ് കാണിക്കാൻ നോക്കുന്നത്. അതായത് പഴയ മോഹൻലാലിനെ തിരിച്ചു വരാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ശോഭനയായിട്ട് ഉള്ള സീൻസും മക്കളുമായിട്ടുള്ള സീൻസും ഒക്കെ ഭയങ്കര ഒരു പഴയ ഒരു നമ്മുടെ 90s 80s മോഹൻലാലുണ്ട്, ചാടി ഓടി നടക്കുന്ന ഒരു മോഹൻലാൽ. ആ മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു ശതമാനം വരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്ലിഞ്ച് അല്ലെങ്കിൽ കുറച്ച് മോശം അല്ലെങ്കിൽ ഒരു ആ സന്ദർഭത്തിനൊത്തുള്ള ഒരു കോമഡി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു ഏറെക്കുറെ ഒരു 30-40% പഴയ ലാലേട്ടനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ പറയാനാണെങ്കിൽ അഭിനേതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്ന് പറയുന്നു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി നല്ലോണം തികഞ്ഞു വരുവാണെങ്കിൽ നമ്മുടെ NF വർഗീസ് ഒഴിവാക്കി വിട്ടൊരു അല്ലെങ്കിൽ NF വർഗീസ് പോയപ്പോൾ അവിടെ ഹോളോ ആയിട്ട് കിടക്കുന്ന സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ട് പുള്ളിക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. കാരണം അതുപോലത്തെ ഒരു മുതലായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ FIRനകത്തൊക്കെ ഒരു FIR അതുപോലത്തെ ഓരോ സിനിമകളിലും NF വർഗീസ് ചെയ്തിരുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, സൗണ്ടും അതിൻ്റെ പഞ്ച്വേഷൻസ് സ്റ്റോപ്പിങ്ങും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതേപടി തന്നെ ഏകദേശം ഒരു മകനാണെന്ന് തോന്നിപ്പോൾ NF വർഗീസിൻ്റെ മകനാണെന്നുള്ള തോന്നുന്ന രീതിയിലുള്ള അഭിനയമാണ്. എൻ്റെ അമ്മ ചോദിച്ചു NF വർഗീസിൻ്റെ മകനാണ് ഈ പ്രകാശ് വർമ്മയുടെ അഭിനയം കണ്ടു. പിന്നെ സൗണ്ടും വോയിസ് മോഡുലേഷൻ ഒരു രക്ഷയില്ല. അപ്പം വില്ലൻ്റെ കാര്യത്തിൽ പ്രകാശ് വർമ്മ കത്തിയിട്ടുണ്ട്. മോഹൻലാലും വില്ലനും ഒരേ റേഞ്ച്, അത് സത്യം. കാരണം മോഹൻലാലേട്ടൻ്റെ തന്നെ സെയിം റേഞ്ച് നിൽക്കുന്ന ഒരു നവാഗതനായ ഒരു അഭിനേതാവിനെ ഞാൻ തുടരും സിനിമയിലാണ് കണ്ടത്. പിന്നെ ബിനു പപ്പുവിൻ്റെ മകൻ, പുള്ളിയുടെ അഭിനയം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറയേണ്ട കാര്യമില്ല. പുള്ളി എക്സലൻ്റ് ആണ്, നല്ലൊരു നടനാണ്. പക്ഷെ ഇതിനകത്തും കുറച്ച് വില്ലനിസമുള്ള ഒരു വേഷമാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം കാസ്റ്റിംഗ് ആണ്. പിന്നെ ശോഭനയ്ക്കൊക്കെ കുറച്ച് നേരം, അതായത് ഫസ്റ്റത്തെ കുറച്ച് നേരമേ റോളുള്ളൂ. പിന്നെ അങ്ങോട്ടൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശോഭനയും എല്ലാം പോവും. പിന്നീടുള്ളത് മൊത്തം മോഹൻലാലും ഈ പ്രകാശ് വർമ്മയും ബിനു പപ്പുവും പിന്നെ ഫഹദ് ഫാസിലും അനിയനും ഫർഹാൻ ഫാസിലും അങ്ങനെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ഒരു ചെറിയൊരു എൻസെമ്പിൾ കാസ്റ്റേ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ കൺമുന്നിൽ നിന്നും മറന്നുപോകും. ഇവരെ മാത്രമേ നമ്മൾ സിനിമയിൽ പിന്നെ ഓർക്കത്തുള്ളൂ. സോ കഥ ഇതാണ്. അതായത് മോഹൻലാൽ നല്ലൊരു കുടുംബത്തെ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ആ ആൾക്ക് വരുന്ന ഒരു ട്രാജഡിക്ക് ശേഷം വരുന്ന മാറ്റങ്ങളാണ് സിനിമ മൊത്തത്തിൽ കാണിക്കുന്നത്. എനിക്ക് ചെറിയ രീതിയിലൊരു നമ്മുടെ ദൃശ്യത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സ്പിൻ ഓഫ് ആയിട്ട് തോന്നി. കാരണം എൻ്റെ അവിടെ വൈഫും പറഞ്ഞു ചെറിയ ദൃശ്യത്തിൻ്റെ സ്പിൻ ഓഫ് അല്ലായിരുന്നു. കാരണം ഫസ്റ്റ് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോയിട്ട് പെട്ടെന്നാണ് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടാണ് മാറ്റങ്ങൾ മൊത്തം വരുന്നത്. കഥ ഒരു പരിധി വരെ എനിക്ക് ഊഹിക്കാൻ സാധിച്ചു. കാരണം ഒരു നടക്കത്തെ സീനുണ്ട്, ഞാൻ സീൻ പറയുന്നില്ല, ആ സീനിലൊക്കെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ആ രീതിയിൽ തന്നെ ആയിരുന്നു കഥയുടെ പോകും. അതൊക്കെ കുറച്ച് പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആയിരുന്നു. സ്റ്റോറി ഒരു വലിയ മികച്ചതെന്ന് പറയാനില്ല. പക്ഷേ ട്വിസ്റ്റുകൾ പിന്നീട് അങ്ങോട്ട് കുറേ ട്വിസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് പ്ലോട്ട് ചെയ്ത്
സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പറയേണ്ടത് മോഹൻലാലിന്റെ കൂടെ കട്ടയ്ക്ക് വില്ലന്മാർ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഒരു രക്ഷയില്ല പിടിച്ചിരുന്നേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് കഥയുടെ പ്രത്യേകത. കാരണം പിന്നെ മോഹൻലാലിന്റെ നായക പരിവേഷം അല്ല, മോഹൻലാൽ ഒരു പാവത്താനിൽ നിന്നും മൊത്തത്തിൽ ഒരു നരസിംഹ ടച്ചിലോട്ടാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നത്. അതൊരു ലെവൽ, ഒരു രക്ഷയില്ല സാധനമുണ്ടോ. പുള്ളിയുടെ മെയ്വഴക്കവും ചാട്ടവും ഓട്ടവും ഡാൻസ് ഇടിയും ഒന്നും ഒരു രക്ഷയില്ല. മൊത്തത്തിലൊരു എന്താ പറയണ്ട, ഒരു നമ്മൾ മലയാള സിനിമ ഈ വരെ കണ്ട എന്തായാലും 2 സിനിമ 2025 ലാലേട്ടൻ കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലത്തെ സംഭവങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമ ഭയങ്കര എക്സലന്റ് ആയിട്ട് എനിക്ക് തോന്നി, നല്ല വാച്ചബിളാണ്. ആകെപ്പാടെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലത്തെ ഒരു കുടുംബ ബന്ധങ്ങൾ, പിന്നെ ഇവരൊരു കയറ്റം കയറുന്ന സീനുണ്ട്. ആ കയറ്റം കയറുന്ന സീന് കുറച്ച് ലാഗായിട്ട് തോന്നി. കാരണം കുറച്ചെല്ലാം നല്ല രീതിയിൽ ലാഗായി. എനിക്ക് കുറച്ച് കോട്ടുവായിക്കിടേണ്ടി വരുന്നു. കാരണം കാർ ഓടിച്ചു പോകുന്നതും അവിടെ അങ്ങോട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി എന്റർടൈനർ പ്രതീക്ഷയാണ് ഞാൻ പോയത്. അവിടെ നിന്നൊരു മാറ്റം എനിക്ക് ഈ കാറിന്റെ ഓട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും തോന്നി. കാരണം ആ ചുരം കയറുന്നതൊക്കെ കുറച്ച് ലാഗായിട്ട് തോന്നി. അതൊഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് പടം ഒരു ക്രൈം സീനാണ് വരുന്നത്. ക്രൈം സീൻ കഴിഞ്ഞിട്ട് പടം പ്ലോട്ടോട്ടാണ് പോകുന്നത്. അതായത് ട്വിസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താണ് പോകുന്നത്. രക്ഷയില്ലാത്ത രീതിയിലാണ് ട്വിസ്റ്റ് പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്ന പല കാര്യങ്ങളും അത് അവസാനത്തോട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും സസ്പെൻസ് പറയത്തില്ല ഒരു സിനിമയിലും. കാരണം സിനിമ നിങ്ങൾ കണ്ടതിനെ തീരുമാനിക്കുക. എൻ്റെ വിലയിരുത്തലുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സിനിമ ഫസ്റ്റ് ഹാഫ് ബോറടിയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നല്ല എൻഗേജിങ് ആയിട്ട് വരും. അവസാനം നമ്മൾ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ കരഞ്ഞു. ലാസ്റ്റ് ലാലേട്ടൻ്റെ അഭിനയം കണ്ട് പുള്ളിക്കാരിയൊക്കെ കരഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിട്ട് അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ഒരു സീനുണ്ട്. ആ സീനകത്തൊക്കെ പുള്ളി അഭിനയിച്ച് വെച്ചേക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പടം പറയുവാണെങ്കിൽ നമുക്കൊരു 5 എടുക്കുവാണെങ്കിൽ ഒരു 4 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ഡയറക്ഷൻ്റെ മികവ് പറയാതിരിക്കാൻ വയ്യ. കാരണം പത്തനംതിട്ട നിങ്ങൾ ഓർഡിനറി കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗവി ഒരു വല്ലാത്ത രീതിയിലാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഭയങ്കര പച്ചപ്പോട് കൂടിയാണ് ഗവി ചിത്രീകരിച്ചിരിക്കുന്നത്. സെയിം ഒരു ഔട്ട്ലുക്കിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ റാന്നിയാണ് മൊത്തം സിനിമയുടെ ലൊക്കേഷൻ. അത് മൊത്തത്തിൽ ഒരു ഗവി അല്ലെങ്കിൽ നമ്മുടെ ഓർഡിനറിക്ക് അത് യൂസ് ചെയ്തേക്കുന്ന അതേ ഒരു കളർ സ്കീമാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല വിവിഡ് ആയിട്ടുള്ള കളറാണ്. പച്ചപ്പൊക്കെ നല്ല വിജൃംഭിച്ച് നിൽക്കും, അല്ലെങ്കിൽ പച്ചപ്പൊക്കെ നല്ല ഇറിച്ച് നിൽക്കുന്നുണ്ട്. അതൊരു സെറ്റപ്പായിട്ട് തോന്നി. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് റാന്നി തന്നെയാണ്. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റാന്നി. നല്ല രസമുള്ള സ്ഥലമാണ്. ആ രസമുള്ള റാന്നിയെ കൂടുതലും കൂടെ മനോഹരിയായിട്ടാണ് ഈ സിനിമയിൽ ഉടനീളം ചെയ്തിരിക്കുന്നത്. പിന്നെ തമിഴ്നാടും റാന്നിയൊക്കെയാണ് ലൊക്കേഷൻ. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രസമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ആദ്യത്തിലൊരു തെയ്യത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തെയ്യത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ പൊന്നെ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചു. കാരണം ആ തീപ്പൊരി ഇങ്ങനെ തീപ്പൊരി ചൂട്ടിന്ന് തീപ്പൊരി തെറിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എൻ്റെ പൊന്നെ കാന്താര റേഞ്ചാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു കാന്താരയുടെ ചെറിയ എഫക്റ്റ് ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ഡയലോഗ്സ് ഒക്കെ മോഹൻലാലിന്റെ കുറച്ച് തുടക്കത്തിലുള്ള കുറച്ച് ക്ലീഷേ പഴയ സിനിമകളിലെ ചീറ്റിപ്പോയ അല്ലെ പാളിപ്പോയ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എടുത്തിട്ട് കോമഡി രൂപത്തിൽ പറയുന്നത് അതൊക്കെ കുറച്ച് ക്ലീഷേ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് സെക്കൻഡ് ഹാഫ് തൊട്ട് പടം വേറൊരു രീതിയിലോട്ടൊരു ക്രൈം ത്രില്ലറായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഗംഭീര പ്രകടനത്തോടു കൂടിയാണ് പടം അവസാനിക്കുന്നത്. സോ തുടരും, എന്തായാലും തിയേറ്ററുകളിൽ ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 ഡേയ്സ് എങ്കിലും സിനിമ തിയേറ്ററിൽ കാണുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു 5-6 ദിവസമായും തോന്നി ഇപ്പോൾ ഇറങ്ങിയിട്ട്. എന്നിട്ട് പോലും ഒരു ടിക്കറ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ പെട്ടപ്പാട് ചില്ലറയല്ല. അത്രയ്ക്ക് ആണ് സിനിമയുടെ ഓട്ടം. എന്തായാലും നല്ലൊരു തുടക്കമാണ് ലാലേട്ടന് 2025. ഇനിയും സിനിമകൾ കിടിലൻ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല ഗ്രൂപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും മോഹൻലാൽ തീർന്നു, മോഹൻലാൽ ചത്തു എന്നൊക്കെ പറഞ്ഞ ഓരോ കമന്റ് ഇടുന്നവന്മാർക്കൊക്കെ ഇതുപോലത്തെ പടത്തിലൂടെ ലാലേട്ടൻ മറുപടി കൊടുക്കട്ടെ, ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു.